കുറെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം സോളോ മനസ്സിലാക്കുകയാണ് ഫ്യൂച്ചറിനെ കുറിച്ച് എപ്പോഴൊക്കെ സംസാരിക്കുന്നുവോ അപ്പോഴാണ് ടൈമൊക്കെ സ്റ്റോപ്പ് ആയി പോകുന്നത്. അവളും ആ ഒരു സംശയമൊക്കെ തീർക്കുവാനായിട്ട് ഒബാമ യുഎസിന്റെ പ്രസിഡന്റ് ആകുമെന്നൊക്കെ വിളിച്ചു പറയുന്നു. പക്ഷെ അവൾ ആ പറയുന്ന സമയത്ത് ടൈമും സ്റ്റോപ്പ് ആകുന്നു. സ്വിമ്മിംഗ് ഒക്കെ നിർത്തിയ സമയത്ത് നിനക്ക് എന്തായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ആങ്കർ ചോദിക്കുമ്പോഴത്തേക്കും സഞ്ജയും അന്ന് അവൻ ഒരുപാട് കുറ്റബോധമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു സ്വിമ്മിംഗ് ഒക്കെ ചെയ്തിട്ടുമുണ്ടായിരുന്നത്. അത്രത്തോളം കഷ്ടപ്പെടേണ്ടായിരുന്നുവെന്നും അവന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാനും ഒരു സ്വിമ്മർ ആയിട്ടൊക്കെ തുടർന്നേനെ. പക്ഷെ എനിക്കതിനെ സാധിക്കാതെ പോയത് കൊണ്ടാണ് ഇപ്പോൾ ഒരു സിംഗറൊക്കെ ആയത്. എന്തായാലും ഒരു പക്ഷേ വിധി എന്നെ സിംഗർ ആക്കുവാനായിട്ടായിരിക്കും തീരുമാനിച്ചിരുന്നത് എന്നൊക്കെയാണ് അവനും പറയുന്നത്. അതേസമയം അതൊക്കെ ഓർക്കുന്ന സോളാകട്ടെ അവനും സ്വിമ്മർ തന്നെ ആയി നിൽക്കുകയായിരുന്നെങ്കിൽ ഒരിക്കലും സിംഗർ ആക്കുകയില്ലായിരുന്നു. അങ്ങനെയിരിക്കെ അവൻ ഇപ്പോഴും ജീവനോട് ഉണ്ടായേനെന്നൊക്കെ അവളും മനസ്സിലാക്കുന്നു. സഞ്ജയ് നല്ല രീതിയിൽ തന്നെ സ്വിമ്മിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പോകുകയാണെങ്കിൽ നിനക്ക് ഉറപ്പായിട്ടും റെക്കോർഡൊക്കെ ഇടുവാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞ് കോച്ചും അവനെ സപ്പോർട്ട് ചെയ്യുന്നു. നിലവിലെ ഫേമസ് ആയിട്ടുള്ള സ്വിമ്മറായ ഹ്യുങ്കുവിനെ കുറച്ചൊക്കെ തള്ളി പറയുന്ന രീതിയിലായിരുന്നു കോച്ചും നിന്നിട്ടുണ്ടായിരുന്നത്. സഞ്ജയുടെ ഷോൾഡറിന് വേദനയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ പോലും കോച്ചും അവനോട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവനും എല്ലാ കാര്യങ്ങളും മറച്ചു വെക്കുന്നു. നീ 2 മത്സരത്തിനൊക്കെയാണ് പങ്കെടുക്കുന്നത് അല്ലേ? എന്തായാലും നീ ഈ ഷോൾഡറും വെച്ച് അധികം ഒന്നും കഷ്ടപ്പെടാതെ ഇരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഒരുപാട് മുന്നോട്ടൊക്കെ പോകുകയാണ് എങ്കിൽ പിന്നീട് നിനക്ക് സ്പൂണ് കൊണ്ട് ഒരു ഫുഡ് പോലും കഴിക്കാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ ഹ്യുങ്കു സഞ്ജയുടെ അടുത്ത് പറയുന്നു. പക്ഷെ സഞ്ജയും ഇപ്പോൾ വളരെയധികം ആത്മവിശ്വാസത്തിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നതും. അതുകൊണ്ട് തന്നെ അവനെ തള്ളി പറഞ്ഞിട്ട് പോകുന്നു. സോളും സഞ്ജയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നൊക്കെ സഞ്ജയുടെ ഫ്രണ്ട്സും കാണുന്നു. എന്തായാലും അവൾ അവനെ ഡേറ്റ് ചെയ്യുവാൻ പോകുകയാണെന്നൊക്കെ ഫ്രണ്ട്സും പറയുന്നുണ്ട്. ഞാൻ ഈ ചെയ്യുന്ന ഒന്നും തന്നെ ശരിയല്ലെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ നീയും നിന്റെ ഷോൾഡറിന്റെ കണ്ടീഷനൊക്കെ കുറച്ചുകൂടി നോക്കണം. നീ ഒരു ചെറിയ ബ്രേക്ക് ഒക്കെ എടുക്കണമെന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും അവനും നീ ഓക്കെ ആണോ എന്നൊക്കെ അവളോടും ചോദിക്കുന്നു. അവളും അതേന്ന് പറയുമ്പോഴത്തേക്കും അവനാകട്ടെ അവിടെ ഉണ്ടായിരുന്ന ഒരു വാതിലൊക്കെ തുറക്കുകയാണ്. പക്ഷെ അതിന്റെ അകത്താകട്ടെ ബോയ്സ് എക്സസൈസ് ഒക്കെ ചെയ്യുകയായിരുന്നു. അവളും അതൊക്കെ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ മുഖവും പൊത്തുന്നു. അവൻ അങ്ങോട്ട് പോയത് കൊണ്ട് തന്നെ അവൾക്കും അവനെ മിസ്സാവുകയാണ്. സഞ്ജയുടെ അച്ഛനും ഇപ്പോൾ സോളിന്റെ അമ്മയുടെ അടുത്തേക്കൊക്കെ വന്നിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്നും അങ്ങനെ ഒരു ടേപ്പ് ഒന്നും മേടിച്ചിട്ടില്ല. നിങ്ങൾക്ക് എന്തോ അബദ്ധമൊക്കെ പറ്റിയതാണെന്നൊക്കെ അച്ഛൻ പറയുമ്പോഴത്തേക്കും അമ്മയാകട്ടെ എനിക്ക് ഒരു അബദ്ധവും പറ്റിയിട്ടില്ല. ഈ ഒരു പേരിൽ ഈ ഒരു ഭാഗത്ത് നീ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ടേപ്പ് മേടിച്ചത് നീ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് അമ്മയും തർക്കിക്കുന്നു. സത്യം പറ, അതുപോലത്തെ ഒരു മൂവിയൊക്കെ നീ റെന്റിന് മേടിച്ചതിന്റെ നാണക്കേട് കാരണമല്ലേ നീ ഇങ്ങനെ കള്ളം പറയുന്നതെന്നൊക്കെ അമ്മ ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് പ്രായമായിരിക്കുന്നു. അങ്ങനെ ഒരു സിനിമയൊക്കെ റെന്റിന് എടുക്കണമെങ്കിൽ ഞാൻ ധൈര്യമായിട്ട് തന്നെ അത് എടുക്കുന്നതുമായിരിക്കും. പക്ഷേ ഈ ഒരു മൂവി ഞാനല്ല എടുത്തത്. അത് മാത്രമല്ല ഈ ഒരു സിനിമ തിയേറ്ററിലൊക്കെ ഇറങ്ങിയ സമയത്ത് ഞാനും വൈഫും കൂടി പോയി കണ്ടതുമാണെന്നൊക്കെ അച്ഛനും അറിയിക്കുന്നു. ടൈസങ്ങിന്റെ ബൈക്കിൽ ഒരാൾ തുപ്പിയത് കൊണ്ട് തന്നെ ആ ഒരു ടീമിനെ തന്നെ ഇടിച്ചിഞ്ച പരുവാക്കി വെച്ചിരിക്കുകയാണ് ടൈസങ്ങും. പോലീസ് സ്റ്റേഷനിൽ വരെ ആ ഒരു സംഭവമൊക്കെ എത്തുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ചെറിയ കാര്യത്തിനാണോ ഇത്രയ്ക്ക് വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയതെന്നൊക്കെ ആ ഒരു പോലീസ് ചോദിക്കുമ്പോഴത്തേക്കും ടൈസങ് ആകട്ടെ നിങ്ങളുടെ കുട്ടികളെയാണ് ആരെങ്കിലും തുപ്പുന്നതെങ്കിൽ നിങ്ങൾ ഇതുപോലെയൊക്കെ ആയിരിക്കുമോ പ്രതികരിക്കുക എന്നൊക്കെ ചോദിക്കുകയാണ്. മാത്രമല്ല അവന്റെ ഹൃദയം തന്നെ ആയിരുന്നു ആ ഒരു ബൈക്കിന് ജന്മം നൽകിയതെന്നാണ് അവനും അറിയിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും എതിർ ടീമായിരുന്നു ആദ്യമായിട്ട് ഫൈറ്റ് ഒക്കെ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ് ടൈസൺ നിൽക്കുമ്പോഴത്തേക്കും ഡിറ്റക്റ്റീവ് കിമും ആ ഒരു റൂമിലേക്കൊക്കെ എത്തുന്നു. ഡിറ്റക്റ്റീവ് കിം എത്തി കഴിയുമ്പോൾ തന്നെ എന്റെ ഗാർഡിയൻ ഇവിടെ എത്തിയെന്ന് പറഞ്ഞ് ടൈസങ്ങും പോകുകയാണ്. ടൈസങ്ങിന്റെ അച്ഛനാണ് ഡിറ്റക്റ്റീവ് കിം. അച്ഛനോടൊക്കെ സംസാരിച്ച് സഞ്ജയ് നടന്നു വരുമ്പോഴത്തേക്കുമാണ് സഞ്ജയുടെ മുമ്പിൽ ഒരു ബുദ്ധ സന്യാസിനിയൊക്കെ പ്രത്യക്ഷപ്പെടുന്നത്. സന്യാസിനിയുടെ വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നതും നമ്മുടെ സോൾ തന്നെയാണ്. മുത്തശ്ശിക്ക് ദക്ഷിണ താന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ കയ്യിൽ നിന്നും കുറച്ച് പണമൊക്കെ അവളും കൈക്കലാക്കുന്നു. നീ ജനിച്ചത് ഒക്ടോബറിലല്ലേ? നിന്റെ ചുറ്റും ഒരു ഗോസ്റ്റിന്റെ പ്രസൻസ് ഒക്കെ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. നിന്റെ ഷോൾഡറിനൊക്കെ ഒരുപാട് കനമുള്ളത് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നില്ലേ? വെള്ളത്തിൽ വീണ് മരിച്ചിട്ടുള്ള ഒരു അവിവാഹിതയായിട്ടുള്ള പെൺകുട്ടിയുടെ പ്രേതമാണ് നിന്റെ ഒപ്പം ഉള്ളത്. അവൾ മരിച്ച് 41 ദിവസം ആകുന്നതിന് മുമ്പായിട്ട് തന്നെ ഏതെങ്കിലും വിവാഹിതനല്ലാത്ത ഒരു പുരുഷനെയും കൊണ്ടൊക്കെ അണ്ടർവേൾഡിലേക്ക് പോകുവാനാണ് അവളും തീരുമാനിച്ചിരിക്കുന്നത്. 3 ദിവസം കൂടി കഴിയുകയാണെങ്കിൽ 49 ദിവസം ആകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 3 ദിവസം നീ വെള്ളത്തിന്റെ അടുത്ത് നിന്ന് മാക്സിമം മാറി നിൽക്കണമെന്നൊക്കെ അവളും അറിയിക്കുന്നു. ഞാനൊരു സ്വിമ്മറാണ്. എനിക്ക് നാളെ ടൂർണമെന്റ് ഉണ്ടെന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും ജീവിതത്തെക്കാളും വലുതാണോ നിനക്ക് ടൂർണമെന്റ്? നീ എന്തായാലും വെള്ളത്തിൽ ഇറങ്ങുവാനേ പാടില്ല എന്നൊക്കെ അവളും പറയുന്നു. അവനും ഇനി എന്തായാലും കുളിക്കുന്നതേ ആയിരിക്കുകയില്ല എന്നൊക്കെ അവളോടും പറയുകയാണ്. സഞ്ജയും അതൊന്നും വിശ്വസിച്ചില്ല എന്ന കാര്യം സോളിന് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ സോളും അടുത്തൊരു അടവൊക്കെ ഇറക്കുന്നു. അതായത് അവന്റെ ശരീരത്തില് കോളർ ബോണ്ട് അവിടെ ആയിട്ട് ഒരു മറുകൊക്കെ ഉണ്ട്. അത് കൃത്യമായി തന്നെ സോളും പറഞ്ഞു കൊടുക്കുന്നു. അത് കണ്ടത് ഞാനല്ല, മറിച്ച് ആ ഗോസ്റ്റ് ആണെന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും സഞ്ജയും അതൊക്കെ വിശ്വസിക്കുകയാണ്.
സഞ്ജയുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്ന പണമൊക്കെ അവളുടെ കയ്യിൽ നിന്നും പറന്നു പോക്കുകയാണ്. അവളും അത് എടുക്കുവാനായിട്ടൊക്കെ ശ്രമിക്കുമ്പോഴത്തേക്കും അവൾക്ക് മുമ്പേ അത് ടൈസൺ അങ്ങ് എടുക്കുന്നു. നീ എന്റെ കൈയൊക്കെ നോക്കിയിട്ട് എന്റെ പ്രണയ ജീവിതത്തെ കുറിച്ച് പറയാമോ എന്ന് ടൈസൺ ചോദിക്കുമ്പോഴത്തേക്കും അവളും നിനക്ക് അടി കിട്ടുവാൻ വേണ്ടി മാത്രമേ വിധിച്ചിട്ടുള്ളൂ എന്നൊക്കെയാണ് അറിയിക്കുന്നത്. അപ്പോൾ നിനക്ക് എന്നെ ഇഷ്ടമില്ലായിരുന്നോ എന്നൊക്കെ ടൈസൺ ചോദിക്കുമ്പോഴത്തേക്കുമാണ് നീയും ആ ഒരു കത്തൊക്കെ വായിച്ചു എന്ന സംശയത്തോടു കൂടി തന്നെ അവളും ചോദിക്കുന്നത്. ആകാശത്ത് നക്ഷത്രങ്ങളൊന്നും തന്നെ കാണുവാനില്ല. ആ നക്ഷത്രമെല്ലാം തന്നെ ഉള്ളത് നിന്റെ കണ്ണുകളിലാണ്. ഞാൻ അത്രയ്ക്ക് ബ്രൈറ്റ് ആണോ എന്നൊക്കെ അവനും ചോദിക്കുകയാണ്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ക്രിഞ്ചടിച്ച് അവളും മിണ്ടാതിരിക്കുവാനായിട്ടൊക്കെ അവനോട് പറയുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട്. ഹ്യുൻചും ഒരാളെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതായത് അവൾക്ക് ആക്സിഡന്റ് പറ്റിയതിന് ശേഷം ഒരാള് അടുത്ത സ്കൂളിലെ കുട്ടികളുമായിട്ട് തല്ലൊക്കെ കൂടിയതിനു ശേഷം സ്കൂളിൽ തന്നെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. ആ ഒരാളും അന്നത്തോടെ പഠിത്തമൊക്കെ നിർത്തിയതായിരുന്നു. ഞാനത് സഞ്ജയാണെന്നാണ് വിചാരിച്ചത്. യഥാർത്ഥത്തിൽ അത് സഞ്ജയ് ആയിരുന്നില്ല, മറിച്ച് ടൈസങ് ആയിരുന്നു. ടൈസങ്ങിന്റെ കയ്യിലെ മുറിവൊക്കെ കാണുമ്പോഴത്തേക്കുമാണ് സോളും ഹ്യുൻചു പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ഓർക്കുന്നത്. സോളം ഇപ്പോൾ പോയി മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അവന്റെ കയ്യിലെ മരുന്നൊക്കെ തൂത്തു കൊടുക്കുന്നു. നീ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ തല്ലൊക്കെ ഉണ്ടാക്കുന്നത്? നിനക്കും തുടർന്ന് പഠിക്കണമെന്നില്ലേ? നീ ഇങ്ങനെ തല്ലുണ്ടാക്കി നടക്കുകയാണെങ്കിൽ നിനക്ക് ഗ്രാജുവേഷൻ ഒന്നും പഠിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ അവളും അറിയിക്കുന്നു. നീ അതിന് എന്റെ അമ്മയൊന്നും അല്ലല്ലോ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴത്തേക്കും നിന്റെ പേരൻസ് ഇതൊക്കെ അറിയിക്കുകയാണെങ്കിൽ വളരെയധികം വിഷമിക്കുന്നതായിരിക്കും. എനിക്ക് തന്നെ നിന്റെ ഈ അവസ്ഥയൊക്കെ കണ്ടിട്ട് സഹതാപം തോന്നുന്നു എന്നൊക്കെ അവളും അറിയിക്കുന്നു. പക്ഷെ എന്റെ പേരൻസ് അങ്ങനെ ഒന്നുമല്ല എന്നായിരുന്നു അവന്റെ മറുപടി. ഞാനും പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു വിചാരിച്ചുകൊണ്ട് നടന്നത്. പക്ഷെ പിന്നീടാണ് ഞാൻ വിചാരിച്ചതെല്ലാം തന്നെ കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായതും. നമുക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വന്ന് കിടക്കുകയാണെങ്കിൽ പേരൻസിന്റെ ആകട്ടെ എല്ലാ വിരലുകളും ഒരുപോലെ നഷ്ടപ്പെട്ട ഒരു പ്രതീതിയൊക്കെ ആയിരിക്കും അവർക്കും ഉണ്ടാക്കുക. കുട്ടികൾ കരയുന്നതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഇടിമിന്നലിന്റെ ശബ്ദം പോലെയാണ് അവർക്കും തോന്നുക. എന്റെ അമ്മയും അങ്ങനെയായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നൊക്കെ അവളും അറിയിക്കുന്നു. നിന്റെ പേരൻസിന്റെ ഹൃദയമൊക്കെ തകരാതിരിക്കുവാനായിട്ട് നീയും ഇതുപോലെ ഇനി മുറിവേൽപ്പിച്ചോ അല്ലെങ്കിൽ അസുഖമൊക്കെ വരുത്തിയോ തിരിച്ച് വീട്ടിലേക്ക് എത്തരുതെന്നാണ് അവളും അറിയിക്കുന്നത്. പക്ഷെ എല്ലാ പേരൻസും അങ്ങനെ അല്ല എന്നവൻ പറയുമ്പോഴത്തേക്കും നിനക്ക് ഇപ്പോഴതൊന്നും മനസ്സിലാവുകയില്ല. കുറച്ചുകൂടി വലുതാക്കുമ്പോഴായിരിക്കും ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്ന് അവളും അറിയിക്കുന്നു. പിന്നീട് പണമൊക്കെ അവന്റെ അടുത്ത് തിരികെ ചോദിക്കുമ്പോഴത്തേക്കും അവനും അത് കൊടുക്കാതെ വെറുതെ അത് നീട്ടിപ്പിടിച്ചിട്ടൊക്കെ കളിക്കുകയായിരുന്നു അവനും. അങ്ങനെയിരിക്കെ അവന്റെ കയ്യിൽ നിന്നും ആ ഒരു പണമൊക്കെ പറന്നു പോകുകയും അത് ചെളിവെള്ളത്തിലൊക്കെ വീഴുകയും ചെയ്യുന്നു. സഞ്ജയ് കൊടുത്തിട്ടുണ്ടായിരുന്ന പണമായിരുന്നല്ലോ അത്. അതുകൊണ്ട് തന്നെ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റാർ ആണ് ഈ ഒരു പണത്തിലൊക്കെ തൊട്ടിട്ടുണ്ടായിരുന്നെന്നൊക്കെ അവൾ പറഞ്ഞ് അത് വീണ്ടും തൂത്ത് വൃത്തിയാക്കുവാനൊക്കെ നോക്കുകയാണ്. ടൈസങ്ങും ആ ഒരു പണത്തിന് പകരമായിട്ട് മറ്റൊരു നോട്ടൊക്കെ തരാമെന്ന് അവളോട് പറയുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും തന്നെ കേൾക്കാതെയൊക്കെ നടക്കുന്നു. നടന്ന് നടന്ന് ഇപ്പോൾ സോളിന്റെ വീടിന് മുമ്പിൽ വരെ എത്തിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ടൈസങ്ങും നേരത്തെ അവളുടെ കയ്യിൽ നിന്നും ചെളിയിൽ വീണ നോട്ടുണ്ടല്ലോ, ആ ഒരു നോട്ടിന്റെ 5 ഇരട്ടി തുകയുള്ള മറ്റൊരു നോട്ടൊക്കെ അവൾക്ക് നൽകിയിട്ട് പ്രശ്നമൊക്കെ തീർന്നില്ല എന്ന് ചോദിക്കുകയാണ്. പക്ഷെ അവളും അത് മേടിക്കാതെ അവനോട് വീട്ടിലേക്ക് പോകുവാനൊക്കെ പറയുന്നു. അങ്ങനെ ഇരിക്കെ ആയിരുന്നു അവളുടെ മുമ്പിലായിട്ടൊക്കെ സഞ്ജയും നിൽക്കുന്നത്. സഞ്ജയ് തന്നെ ഈ ഒരു രൂപത്തിൽ കണ്ടാലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവളും ടൈസങ്ങിന്റെ പിറകിലായിട്ടൊക്കെ ഒളിച്ചു നിൽക്കുന്നു. സഞ്ജയും അവളെ കാണുമ്പോഴത്തേക്കും മുത്തശ്ശി എന്നൊക്കെ വിളിക്കുന്നു. അവളും ഒന്നും അറിയത്തില്ലാത്തതുപോലെ തന്നെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയല്ലോ എന്നൊക്കെ പറയുകയാണ്. അത് മുത്തശ്ശിയുടെ ഒക്കെ സൗണ്ടിൽ പറയുകയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ ടൈസങ്ങിനും ആകെ ചിരി വരുന്നു. നീ സ്വിമ്മിംഗ് ഒക്കെ ചെയ്യുന്ന സഞ്ജയ് അല്ലേ? ഞാൻ നിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഇൻഹുക്കിന്റെ കൂടെ ബാറ്റിലൊക്കെ ഉള്ള ആളാണ്. എന്റെ പേര് ടൈസങ് എന്നാണെന്നൊക്കെ പറഞ്ഞ് ടൈസങ്ങും സഞ്ജയനെ പരിചയപ്പെടുവാനൊക്കെ ശ്രമിക്കുന്നു. അപ്പോഴായിരുന്നു സോളിന് ടൈസങ്ങിന്റെ അടുത്ത് ക്രഷ് ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ഇൻഹുക്ക് പറഞ്ഞതിനെ കുറിച്ചും സഞ്ജയ് ഓർക്കുന്നത്. സോള് രഹസ്യമായിട്ടൊക്കെ വന്ന് അവന് ചോക്ലേറ്റ് ഒക്കെ നൽകിയിട്ട് പോകാറുണ്ടെന്നും കൂടി പറഞ്ഞതൊക്കെ ഓർക്കുമ്പോഴത്തേക്കും ഇപ്പോൾ സഞ്ജയ്ക്കും കുറച്ച് ദേഷ്യമൊക്കെ ആയിട്ടാണ് നിൽക്കുന്നതും. എന്താണ് ശരിക്കും നിന്റെ ഉദ്ദേശം? നീ എന്തിനാണ് വേഷം മാറിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നെന്നൊക്കെ ചോദിച്ചുകൊണ്ട് സഞ്ജയ് അവളുടെ അടുത്ത് ദേഷ്യപ്പെടുമ്പോഴത്തേക്കും ടൈസങ്ങും നീ കൈയോടെ പിടിക്കപ്പെട്ടു എന്നൊക്കെ അവളെയും അറിയിക്കുന്നു. സൺജ അങ്ങനെ പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞതെല്ലാം തന്നെ സത്യമായിരുന്നു. എനിക്ക് ശരിക്കും പ്രേതത്തെ കാണാം. നീ ഒരിക്കലും വെള്ളത്തിന്റെ അടുത്തേക്ക് പോകുകയോ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സഞ്ജയുടെ പിറകേക്ക് അവൾ ഓടുന്നുണ്ടെങ്കിലും അവനും ഗേറ്റൊക്കെ അടച്ചിട്ട് പോകുന്നു. പക്ഷെ അപ്പോൾ മാത്രമായിരുന്നു അവളുടെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വീടാണ് സഞ്ജയുടെ വീടെന്ന കാര്യമൊക്കെ അവള് മനസ്സിലാക്കുന്നത്. സോളും ഓടി അമ്മയുടെ ഒക്കെ അടുത്ത് വന്നതിന് ശേഷം വീടിന്റെ ഓപ്പോസിറ്റ് താമസിക്കുന്ന ഫാമിലിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴത്തേക്കുമാണ് അവരൊക്കെ നേരത്തെ തന്നെ പോയെന്നും കുറച്ച് മാസങ്ങളായിട്ട് ഇപ്പോൾ പുതിയ ആൾക്കാരാണ് അവിടെ താമസിക്കുന്നതെന്ന കാര്യമൊക്കെ അമ്മയും അവളെ അറിയിക്കുന്നത്. സഞ്ജ ഇപ്പോൾ കിടക്കുകയാണെങ്കിലും സ്വിമ്മ് ചെയ്യുന്നതായിട്ടൊക്കെ സങ്കല്പിച്ചുകൊണ്ട് അവനും മനസ്സിൽ ഓരോ എണ്ണമൊക്കെ എടുക്കുകയാണ്. പക്ഷെ അപ്പോഴും സോള് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ പ്രാവശ്യത്തെ മത്സരത്തിന് നീ പങ്കെടുക്കരുതെന്നുള്ള കാര്യമൊക്കെ ആയിരുന്നു അവന്റെ ഓർമ്മയിലും വരുന്നത്. നിലവിലെ പ്ലാനൊക്കെ ഫ്ലോപ്പായി. ഇനി എന്താണ് ചെയ്യുക എന്ന് ആലോചിച്ചുകൊണ്ട് സോൾ ഇരിക്കുമ്പോഴത്തേക്കുമാണ് സഞ്ജയും വെളിയിലേക്കൊക്കെ പോകുന്നത് അവളും കാണുന്നത്.
അവനും സ്വിമ്മിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുവാനായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവൻ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം വിശ്രമിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും അവന്റെ കണ്ടീഷനൊക്കെ വളരെ മോശമായതുകൊണ്ട് തന്നെ ഇത്തവണ മത്സരിക്കുവാനായിട്ട് പാടില്ല എന്നൊക്കെ സോള് പറഞ്ഞതും, ഇനിയും നീ ഒരുപാട് കഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ നിനക്കൊരു സ്പൂൺ പോലും എടുക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ ഹിങ്കു പറഞ്ഞതിനെ കുറിച്ചും അവൻ ആലോചിക്കുന്നു. അതിന്റെയൊക്കെ കൂടെ അച്ഛൻ അവനെ സപ്പോർട്ട് ചെയ്തതിനെ കുറിച്ചായിരുന്നു അവൻ കൂടുതലായിട്ട് ആലോചിക്കുന്നത്. സഞ്ജയ് കുളിക്കുമ്പോഴത്തേക്കും നിന്റെ ഒപ്പം ഒരു പ്രേതം ഉണ്ടേ എന്നും എനിക്ക് ശരിക്കും പ്രേതങ്ങളെ കാണുവാനായിട്ട് സാധിക്കുമെന്നുമൊക്കെ സോൾ പറഞ്ഞതിനെ കുറിച്ചും അവൻ ഓർക്കുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ പേടി തോന്നുന്ന അവനും ഒരു മൂളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് കുളിക്കുന്നത്. ഹിങ്കുവും ഇപ്പോൾ സ്കൂളിലേക്കൊക്കെ തിരികെ എത്തിയിരിക്കുന്നു. അങ്ങനെയിരിക്കെ ഹിങ്കു ഒരു കാര്യം പറയുകയാണ്. സഞ്ജയും എല്ലാ മത്സരത്തിനും ഒരേ സ്വിം പാൻസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അവനും അതൊക്കെ ഇട്ട് മത്സരിക്കുകയാണെങ്കിൽ മെഡൽ കിട്ടുമെന്നൊരു വിശ്വാസമൊക്കെ ഉണ്ട്. മത്സരത്തിന് തലേന്നും അവൻ അതേ പാൻസ് ഒക്കെയാണ് യൂസ് ചെയ്യാറുള്ളതെന്ന് പറഞ്ഞതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന അവന്റെ പാൻസ് ഒക്കെ എടുത്തിട്ട് ഇത് നമ്മൾ മോഷ്ടിച്ചോണ്ട് പോകുകയാണെങ്കിൽ ഉറപ്പായിട്ടും മത്സരത്തിന് വരുന്ന സമയത്ത് അവനും ഒരു ടെൻഷനൊക്കെ ഉണ്ടാകുന്നതായിരിക്കും എന്നൊക്കെ അറിയിക്കുന്നു. പക്ഷെ അവൻ മോഷ്ടിച്ചോണ്ട് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ സോളും അവന്റെ കയ്യിലൊക്കെ കയറി പിടിക്കുകയാണ്. പെട്ടെന്നൊരു കൈയൊക്കെ വന്ന് പിടിച്ചപ്പോഴത്തേക്കും ഹിങ്കുവും ആകെ പേടിച്ചൊരു നിലവിളിച്ചിട്ടുണ്ടായിരുന്നു. സഞ്ജയും ആ ഒരു ശബ്ദമൊക്കെ കേൾക്കുന്നു. നീ ഇപ്പോൾ എനിക്ക് ഈ പാൻസ് നൽകിയില്ല എങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കുകയും നിങ്ങളുടെ ടീമിലുള്ള ബാക്കി ആൾക്കാരോട് ഈ ഒരു കാര്യം പറയുകയും ചെയ്യും. ഇതെനിക്ക് നൽകിയിട്ട് പോയെന്നൊക്കെ പറഞ്ഞ് സോളും ആ ഒരു പാൻറ്റൊക്കെ പിടിച്ച് വലിക്കുകയാണ്. സഞ്ജയും അവിടെ ആരാണ് ഉള്ളത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പുറത്തേക്കൊക്കെ ഇറങ്ങി വരുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഹ്യുങ്കുവും ഫ്രണ്ടും കൂടി അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. സഞ്ജയ് നടന്നു വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കും തുണിയൊക്കെ വിരിച്ചിട്ടെടുത്ത് സോളും ഒളിച്ചിരിക്കുന്നു. സഞ്ജയും ഡ്രസ്സൊക്കെ മാറിയിട്ട് തോർത്തിട്ടിട്ട് പോകാനായിട്ട് നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തോർത്തിട്ടോടും ഒന്ന് അനങ്ങുന്നതായിട്ടൊക്കെ അവന് തോന്നുകയാണ്. അവിടെ സോളായിരുന്നു ഉണ്ടായിരുന്നതും. അങ്ങനെ ഇരിക്കെ അവിടെ എന്താണ് ഉള്ളതെന്ന് അറിയുവാനായിട്ട് അവനും തോർത്തൊക്കെ മാറ്റി നോക്കുന്നു. സോളം പെട്ടെന്ന് തന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങി ഓടുന്നുണ്ട്. പക്ഷെ മനുഷ്യനാണെന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കും സഞ്ജയും അവളുടെ പിറകെ തന്നെ ഓടുന്നു. സഞ്ജയും ടവല് കൂട്ടി അവളെ പിടിക്കുവാനൊക്കെ നോക്കുമ്പോഴത്തേക്കും സഞ്ജയും അവളും ഒരുപോലെ സ്വിമ്മിംഗ് പൂളിലേക്കൊക്കെ വീഴുന്നു. അവളുടെ മുഖവും അവൻ കാണുകയാണ്. മാത്രല്ല അവളുടെ കയ്യിലാകട്ടെ സ്വിമ്മിംഗ് പാൻസ് ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അത് മോഷ്ടിക്കുവാനായിരിക്കും അവൾ വന്നിട്ടുണ്ടാക്കുക എന്നൊക്കെ അവനും വിചാരിക്കുന്നു. ഇപ്പോൾ നിന്നെ ഞാൻ കൈയോടെ പിടിച്ചല്ലോ, നീ എന്താണ് ഇനി പറയുവാൻ പോകുന്നത്? പ്രേതം വന്നാണ് ഇത് മോഷ്ടിക്കുവാൻ ശ്രമിച്ചതെന്നാണോ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ മോശമായിട്ടുള്ളൊരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. കോമ്പറ്റീഷൻ ഇടയ്ക്ക് ഇഞ്ചുറിക്ക് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ നടക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. നിന്നെ പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ടായിരുന്നു ഞാനും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവളും അറിയിക്കുന്നു. നീ എന്തിനാ എന്നെ പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ട് നോക്കുന്നത്? ഞാനതിന് മരിക്കുവാനൊന്നും പോക്കുകയല്ലല്ലോ എന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും അതെ, നീ മരിക്കുവാൻ പോകുകയാണ്. ഈ ഒരു ലോകത്ത് എനിക്ക് മാത്രമേ അത് അറിയിക്കുകയുള്ളൂ. എങ്ങനെയാണ് നിന്നോട് ഇത് പറയുക എന്ന് എനിക്ക് അറിയുകയില്ലെങ്കിൽ പോലും എനിക്ക് നിന്നെ പ്രൊട്ടക്ട് ചെയ്തേ മതിയാകൂ എന്നൊക്കെ അവളും അറിയിക്കുന്നു. പക്ഷെ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ടൈം പോലും ഫ്രീസ് ചെയ്തിരിക്കുകയായിരുന്നു. സോള് പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ അവൻ കേൾക്കാത്തത് കൊണ്ട് തന്നെ നീ എന്താ ഒന്നും മിണ്ടാത്തത്? നമ്മൾ തമ്മിൽ ഒരു പരിചയവും ഉണ്ടായിരുന്നില്ല, നീ പെട്ടെന്ന് വന്ന് എന്റെ ഫാൻ ആണെന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴാകട്ടെ എന്നോട് മത്സരത്തിൽ പങ്കെടുക്കരുതെന്നും പറയുന്നു. ഇതൊന്നും തന്നെ നോർമൽ അല്ല എന്നൊക്കെ പറഞ്ഞ് അവനും ദേഷ്യപ്പെട്ടു പോകുന്നു. അച്ഛനും സഞ്ജയുടെ റൂമിലൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും നേരത്തെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു മൂവിയുടെ ടേപ്പൊക്കെ അവിടെ നിന്നും അച്ഛന് ലഭിക്കുകയാണ്. അച്ഛനും മൊത്തത്തിൽ ഞെട്ടിപ്പോകുന്നു. സഞ്ജയും അവന്റെ വീട്ടിലേക്കൊക്കെ മടങ്ങി വരുമ്പോഴത്തേക്കും അവന്റെ ഫ്രണ്ടും അവനെ കോൾ ചെയ്യുന്നു. ആ ഒരു ഫ്രണ്ട് ആകട്ടെ ഹ്യുങ്കു പ്രശ്നം ഉണ്ടാക്കുവാനായിട്ട് അവന്റെ സ്വിം പാൻസ് ഒക്കെ മോഷ്ടിക്കുവാനായിട്ട് സ്വിമ്മിംഗ് പൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നുവെന്നും നീ അവനെ കണ്ടിട്ടുണ്ടായിരുന്നോ എന്നുമൊക്കെ സഞ്ജയുടെ അടുത്തും ചോദിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ പെട്ടെന്നൊരു മഴയൊക്കെ പെയ്യുന്നു. അവൻ പറഞ്ഞതൊക്കെ ശരിയാണ്, ഞാൻ ഒട്ടും തന്നെ നോർമൽ അല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ പെരുമാറുന്നതെന്നൊക്കെ ഓർത്തുകൊണ്ട് സോളും നടന്നു വരികയാണ്. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്യുവാൻ തുടങ്ങുന്ന അവളും ഒരു വണ്ടിയൊക്കെ വരുമ്പോഴത്തേക്കും പേടിച്ച് പിന്നോട്ട് മാറുന്നു. അവളും കണ്ണടച്ച് കുറെ എണ്ണമൊക്കെ എടുത്തതിന് ശേഷം വണ്ടിയൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കുമ്പോഴത്തേക്കും ക്രോസ് ചെയ്യുവാനായിട്ട് തുടങ്ങുകയാണ്. പക്ഷെ അവൾ പകുതി ദൂരം എത്തുമ്പോൾ തന്നെ അതിലെയും ഇതിലെയും എല്ലാം തന്നെ വണ്ടികളും വരുന്നു. ഒരു വണ്ടി അവളെ ഇടിക്കുവാനായിട്ടൊക്കെ വരുമ്പോഴത്തേക്കും അവളും ഇതിനു മുമ്പ് അവൾക്ക് ആക്സിഡന്റ് നടന്നതിനെ കുറിച്ചൊക്കെ ഓർക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാത്ത റോഡിന്റെ നടുക്ക് അവൾ നിൽക്കുമ്പോഴത്തേക്കും സഞ്ജയ് അവിടെ എത്തി അവളെ മാറ്റി നിർത്തുന്നു. വണ്ടി വരുന്നത് കണ്ടാൽ നിനക്ക് മാറി നിന്നോടെ എന്നൊക്കെ സഞ്ജയ് ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവൾക്കും ബോധമൊക്കെ നഷ്ടപ്പെട്ട് അവന്റെ കയ്യിലായിട്ടൊക്കെ വീഴുകയാണ്. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് സീനൊക്കെ കാണിക്കുന്നത്. സഞ്ജയും ഒരിക്കൽ അവന്റെ വീടിന് മുമ്പിൽ വന്നിട്ടുണ്ടായിരുന്ന കൊറിയറൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും അത് അവന്റെ വീട്ടിലേക്കുള്ളതായിരുന്നില്ല, മറിച്ച് സോളിന്റെ വീട്ടിലേക്കുള്ളതായിരുന്നു. പെട്ടെന്നൊരു മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും അവനും സോളിന്റെ വീട്ടിലേക്ക് അത് കൊണ്ടുപോയി വെക്കുവാനായിട്ടൊക്കെ നോക്കുന്നു. ആ ഒരു സമയത്ത് അതുവഴി സോളും ഓടി വരുന്നുണ്ടായിരുന്നു. അതൊരു ഡെലിവറി ബോയ് ആയിരിക്കുമെന്നാണ് സോളും വിചാരിക്കുന്നത്. അവന്റെ കയ്യിൽ നിന്നും ആ ഒരു പാക്കേജ് ഒക്കെ മേടിച്ചതിന് ശേഷം അവളുടെ കയ്യിലുണ്ടായിരുന്ന കൂടെ അവനും നൽകുന്നു.
പിന്നെ എപ്പോഴേലും വരുമ്പോഴത്തേക്കും ഈ ഒരു കുടയൊക്കെ ഇവിടെ വെച്ചാൽ മതി. പിന്നെ അടുത്ത പാക്കേജ് നല്ല വെയിറ്റ് ഉള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവളും അവളുടെ കയ്യിലുണ്ടായിരുന്ന 2 മിഠായിക്ക് അവനും നൽകുന്നു. ഇതേ മിഠായിക്ക് ആയിരുന്നു കോൺസെർട്ടിന് ശേഷം സോളും അവന് നൽകിയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. പിറ്റേന്ന് അവൾ പറഞ്ഞത് പ്രകാരം കുടയൊക്കെ തിരികെ നൽകുവാനായിട്ട് എത്തുമ്പോഴത്തേക്കും കടയ്ക്കകത്തിരുന്ന് അവൾ ഉറങ്ങുന്നതൊക്കെയാണ് അവനും കാണുന്നത്. അതുകൊണ്ട് തന്നെ അവനും കടയ്ക്കുള്ളിലേക്കൊക്കെ ചെല്ലുന്നു. അവൾ ഉറങ്ങി വീഴുവാൻ തുടങ്ങുമ്പോഴത്തേക്കും അവനും അവന്റെ കൈയൊക്കെ വെക്കുന്നത് കൊണ്ട് തന്നെ കുറേ നേരം അവൾ അവന്റെ കയ്യിൽ കിടന്നാണ് ഉറങ്ങുന്നത്. ഒടുവിൽ മറ്റു ചില കസ്റ്റമേഴ്സ് വന്ന് കടയിലൊക്കെ കേറുമ്പോഴത്തേക്കും അവളും എണീക്കുന്നു. ആ ഒരു സമയത്ത് കയ്യിൽ കിട്ടിയ ഒരു ടേപ്പൊക്കെ എടുത്തിട്ട് അവനും അവൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അവനോട് പേരൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവനും അവന്റെ അച്ഛന്റെ പേരൊക്കെ പറയുന്നു. അങ്ങനെ ആ ഒരു സാധനമൊക്കെ പാക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആയിരുന്നു അവനും ആ ടേപ്പ് ഏതാണെന്നൊക്കെ മനസ്സിലാക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ അവളത് ശ്രദ്ധിക്കാതിരിക്കുവാനായിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു മൂവിയും എടുത്തുകൊണ്ട് പോകുന്നു. അതിനുശേഷമായിരുന്നു സഞ്ജയനെ ആദ്യമായിട്ട് സോൾ കാണുന്നതും അവനെ വന്ന് ഹഗ് ചെയ്യുന്നതും. ഈ ഒരു സമയത്താകട്ടെ താൻ സ്വപ്നലോകത്താണോ ഉള്ളത് എന്ന് പോലും സഞ്ജു ഓർത്തു പോകുന്നു. പിന്നീട് സോളിന്റെ ഫ്രണ്ട് റിക്വസ്റ്റ് ഒക്കെ വരുന്ന സമയത്തും അവൻ അക്സെപ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അച്ഛൻ റൂമിലേക്ക് വരുമ്പോഴത്തേക്കും അവന്റെ കൈയൊക്കെ തെന്നി മാറുകയും അത് റിജക്ട് ആക്കുകയും ചെയ്തതായിരുന്നു. പിറ്റേന്ന് അവനും സോള് വീട്ടിൽ നിന്നും ഇറങ്ങുന്നിടം വരെ സോളിന്റെ വീടിന് മുമ്പിൽ നിന്നതിന് ശേഷം സോളിനെ ഫോളോ ചെയ്തൊക്കെ ആയിരുന്നു സ്കൂളിലേക്കും നടന്നത്. അവൻ എന്റെ ഫ്രണ്ട് റിക്വസ്റ്റ് ഒക്കെ റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അവൻ എന്നെ ഒട്ടും തന്നെ ഇഷ്ടമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ വഴിയിൽ നിന്ന് അവൾ പറയുന്നത് അവനും കേൾക്കുന്നു. മാത്രമല്ല അവളുടെ ബാഗൊക്കെ അപ്പോൾ തുറന്നു കിടക്കുകയൊക്കെ ആയിരുന്നു. ആ ഒരു ബാഗൊക്കെ അവൾ പോലും അറിയാതെ അവൻ അടയ്ക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ആകട്ടെ സഞ്ജയ് സൂയിസൈഡ് ചെയ്ത സമയത്തുള്ള ഹോട്ടൽ റൂം ഒക്കെ കാണിക്കുകയാണ്. നേരത്തെ പേഴ്സും സോൾ കൊടുത്ത മിഠായി മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ആകട്ടെ സോളിന്റെയും സഞ്ജയുടെയും ഒരു ഫോട്ടോ കൂടി അതിന്റെ ഒപ്പമുണ്ട്. അപ്പോൾ ആ ഒരു സീനോട് കൂടിയാണ് ഇതിന്റെ സെക്കൻഡ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.